കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രിസഭയുടെ വാർഷിക റിപ്പോർട്ട് 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാടുകടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രിസഭയുടെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാടുകടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? ഉത്തരം നൈജീരിയ. 2, സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 78ാം പതിപ്പിൽ പശ്ചിമ ബംഗാൾ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 78ാമത്തെ പതിപ്പിൽ പശ്ചിമ ബംഗാൾ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? ഉത്തരം കേരളം. 3, 2025 25ാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ ഏത്? 2025 25ാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ ഏത്? ഉത്തരം തിരുവള്ളൂർ പ്രതിമ. 4, 2024 ഡിസംബറിൽ നോറോ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട രാജ്യം ഏത്? 2024 ഡിസംബറിൽ നോറോ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട രാജ്യം ഏത്? ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്. 5, ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2025 ജനുവരി 26 ആഘോഷിച്ചത്? ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2025 ജനുവരി 26 ആഘോഷിച്ചത്? ഉത്തരം 76ാമത്. 6, 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആര്? 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം പ്രഭാവോ സുബിയാന്തോ. 7, 2025 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആര്? 2025 മരണാന്തരം പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണെന്ന് ചോദിച്ച് ഉത്തരം MT വാസുദേവൻ നായരാണ് 2025 മരണാന്തരം പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി. 8, 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആര്? 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെന്ന് ചോദിച്ചാൽ 1, PR ശ്രീജേഷ്, മുൻ ഹോക്കി താരമാണ് PR ശ്രീജേഷും. 2ാമത്തെ ആള് ജോസ് ചാക്കോ, പെരിയാപുരം, ഹൃദ്രോഗ വിദഗ്ധനുമാണ്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ 1, PR ശ്രീജേഷും ജോസ് ചാക്കോ, പെരിയാപുരം. 9, 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആര്? 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരാണ്? 1, ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, കർണാടക സംഗീതജ്ഞയാണ് ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ. 2, IM വിജയൻ, ഫുട്ബോൾ താരമാണ്. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, 2, IM വിജയൻ. 10, മഹാത്മാഗാന്ധിയുടെ എത്രാമത് രക്തസാക്ഷി ദിനമാണ് 2025 ആചരിച്ചത്? മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷി ദിനമാണ് 2025 ആചരിച്ചത്? ഉത്തരം 78ാമത്. 11ാമത്തത്, 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം എന്താണ്? 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. 12, 2025 ഹരിവരാസനം അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? 2025 ഹരിവരാസനം അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 13, 2025 ജനുവരി 1 ഇന്ത്യൻ എയർഫോഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡിന്റെ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര. 14, 2024 ഡിസംബറിൽ റവന്യൂ സെക്രട്ടറിയായി നിയമിതനായത് ആര്? 2024 ഡിസംബറിൽ റവന്യൂ സെക്രട്ടറിയായി നിയമിതനായത് ആര്? ഉത്തരം അരുണിഷ് ചൗള. 15, 2025 മെയ് മാസത്തിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? 2025 മെയ് മാസത്തിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. 16, 2025 ലോകം ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ R വൈശാലി നേടിയ മെഡൽ ഏത്? 2025 ലോക ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ R വൈശാലി നേടിയ മെഡൽ ഏതാണ്? ഉത്തരം വെങ്കലം.
17 കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് ആരംഭിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് ആരംഭിക്കുന്നത്? ഉത്തരം തിരുവനന്തപുരം. 18 കേരളത്തിലെ 23ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? കേരളത്തിലെ 23ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിലെ 23ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 19 UN ഫ്രെയിം വർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചലഞ്ചിലേക്ക് ഇന്ത്യയുടെ 4ാമത് ബിനാലെ അപ്ഡേറ്റ് റിപ്പോർട്ട് ഏത് തീയതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത്? UN ഫ്രെയിം വർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചലഞ്ചിലേക്ക് ഇന്ത്യയുടെ 4ാമത് ബിനാലെ അപ്ഡേറ്റ് റിപ്പോർട്ട് ഏത് തീയതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഉത്തരം 2024 ഡിസംബർ 30. 20ാമത്തെ ക്വസ്റ്റ്യന് 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏത്? 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏത്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. 21 ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏത്? ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏത്? ഉത്തരം പാകിസ്ഥാൻ. 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഏത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഏത്? ഉത്തരം കൊച്ചി വാട്ടർ മെട്രോ. 23 കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ആറാട്ടുപുഴ വേലായുധൻ പണിക്കർ. കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ആറാട്ടുപുഴ വേലായുധൻ പണിക്കർ. 24 63ാം കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ഏത്? 63ാം കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ഏത്? ഉത്തരം തൃശൂർ. 25 ISROയുടെ 100ാമത്തെ വിക്ഷേപണ NVS-02 വിക്ഷേപിച്ചതെന്ന്? ISROയുടെ 100ാമത്തെ വിക്ഷേപണ NVS-02 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2025 ജനുവരി 29. 26 US ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? US ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ഉത്തരം മൈക്ക് ജോൺസൺ. 27 2025 ജനുവരിയിൽ അന്തരിച്ച ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തി ആര്? 2025 ജനുവരിയിൽ അന്തരിച്ച ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തി ആര്? ഉത്തരം ജോർജ് കുമ്പനാട്. 2025 ജനുവരിയിൽ അന്തരിച്ച ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജോർജ് കുമ്പനാട്. 28 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം തിരുവനന്തപുരം. 29 കുട്ടികളിലെ വൈകല്യം പരിഹരിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ? കുട്ടികളിലെ വൈകല്യം പരിഹരിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ? ഉത്തരം ജി ഗേറ്റർ പീഡിയാട്രിക്സ്. 30 ലൂയിസ് ബ്രെയിലിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ലോക ബ്രെയിൽ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ലൂയിസ് ബ്രെയിലിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ലോക ബ്രെയിൽ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഉത്തരം ജനുവരി 4.